ചേലക്കര മണ്ഡലത്തിൽ മാറ്റം അനിവാര്യമാണെന്ന എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ. വലിയ ശുഭപ്രതീക്ഷയുണ്ട്. സർക്കാർ വിരുദ്ധത ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കെ ബാലകൃഷ്ണൻ അമൃത വാർത്തകളോട് പറഞ്ഞു. ചേലക്കരയിൽ നിന്ന് ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേലക്കരയിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ അദ്ദേഹം ചേരുകയാണ്. ആ ഒരു വോട്ടിങ്ങിന് ശേഷമുള്ള ഒരു ആത്മവിശ്വാസം അത് എത്രത്തോളം ഉണ്ട് നമുക്ക് ചോദിക്കാം. ബാലേട്ട, എങ്ങനെയുണ്ട്? വോട്ടിംഗ് ശതമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് BJPയുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് വോട്ടിംഗ് ശതമാനം കൂടുന്നത്. അത് BJPക്ക് അനുകൂലമായിട്ട് മാറും. വലിയ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. കാരണം ഈ വോട്ടിങ്ങിന് ശേഷം ഇപ്പോൾ പോളിംഗ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ രാവിലത്തെ ആ ഒരു പോളിംഗും ഇതും തമ്മിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അത് ശരിക്കും പ്രതീക്ഷ വരുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശുഭാപ്തി പ്രതീക്ഷയാണ്. ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നത് അത് BJPക്ക് അനുകൂലമായി മാറും. ഈ ഒരു സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ വരുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ EP ജയരാജൻ്റെ ചില പരാമർശങ്ങൾ ഇതൊക്കെ വലിയ വിവാദമാകുന്നു. മാത്രമല്ല ഈ ഇടത്തിന് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര. ഇതൊക്കെ ശരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പിന് എത്രത്തോളം സ്വാധീനിക്കുന്നു തോന്നുന്നു? ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയതെല്ലാം അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ ഇതിൻ്റെ പോരായ്മകൾ, കാരണം നമ്മൾ ഈ മണ്ഡലം MLA യും MP യും അതുകൂടാതെ മന്ത്രി എല്ലാം ഉണ്ടായൊരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിന് അതിനനുസരിച്ച് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ പോരായ്മകളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടി നമുക്ക് നമ്മുടെ കേന്ദ്ര പദ്ധതികൾ താഴെത്തട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ആ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള നമ്മുടെ ദേശീയ തലത്തിൽ രാഷ്ട്രീയം ഇവിടെ സാധാരണക്കാർക്ക് എത്തണമെന്നതിനെയാണ് നമ്മൾ രാഷ്ട്രീയമായി ഇവരുടെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ? അല്ലെങ്കിൽ ഇനി ആ ഒരു വിധി നിർണ്ണയത്തിൻ്റെ ദിവസമാണ്, അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. മറ്റുള്ള പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ 25 വർഷമായിട്ട് സംഘടനയുടെ പ്രവർത്തനത്തിലുണ്ട്. ഇനിയും സംഘടന പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യാൻ സംഘടനയോടൊപ്പം തന്നെ ഉണ്ടാവും. വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. 3 സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനാണ് നമ്മോടൊപ്പം ചേർന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത്. ചേലക്കരയിൽ നിന്നും ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.